മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്കുള്ള നിയന്ത്രണങ്ങൾ തുടങ്ങി സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ വെള്ളിയാഴ്ചയാണ് നടക്കുക. ശബരിമല സന്നിധാനത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമല അക്ഷരാർത്ഥത്തിൽ മകരവിളക്ക് ഉത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഭക്തരുടെ വലിയ നിര തന്നെയാണ് ശബരിമല സന്നിധാനത്തും ഒപ്പം പമ്പയിലുമെല്ലാം നമുക്ക് ദൃശ്യമാകുന്നത്. കാരണം ഈ വളരെ ദൂരെ നിന്നുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി തീർത്ഥാടകരാണ് മകരവിളക്ക് കാണുന്നതിന് വേണ്ടി ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറയും എന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കണക്കാക്കുന്നത്. മറ്റന്നാളാണ് ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ. എരുമേലി പേട്ടതുള്ളലിൻ്റെ ആദ്യ സംഘം അമ്പലപ്പുഴ സംഘം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ച് എരുമേലിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ ആലങ്ങാട്ട് സംഘവും എത്തിച്ചേരും. എരുമേലിയിൽ പേട്ടതുള്ളൽ സംഘങ്ങൾ പരമ്പരാഗത കാനനപാത വഴി നേരെ പമ്പയിലെത്തി പമ്പവിളക്കും പമ്പാ സദ്യയ്ക്കും ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് പുറപ്പെടുക. 13-ാം തീയതിയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്നും ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ഒരു അശുദ്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പ്രിക്കൽ കൊട്ടാരത്തിന് സമീപത്തുള്ള ഒരു പന്തലിൽ നിന്നായിരിക്കും തിരുവാഭരണങ്ങളുമായുള്ള തിരുവാഭരണ വാഹക സംഘം ശബരിമലയിലേക്ക് പുറപ്പെടുക. ഇത്തവണ രാജപ്രതിനിധി ഉണ്ടാകില്ല. പകരം പന്തളം രാജകൊട്ടാരം ചുമതലപ്പെടുത്തുന്ന ഒരാളായിരിക്കും തിരുവാഭരണത്തോടൊപ്പം ശബരിമല സന്നിധാനത്തേക്ക് വരിക. ചടങ്ങുകൾക്കൊന്നും തന്നെ യാതൊരു മാറ്റവും സംഭവിക്കുകയുമില്ല. 14 മുതൽ തന്നെയായിരിക്കും മകരവിളക്കിന് മുന്നോടിയായുള്ള പൂജകളെല്ലാം പൂർത്തിയാവുക. 15 വെളുപ്പിന് 2 മണിക്ക് ശബരിമല നട തുറക്കും. 2:46 സംക്രമ പൂജ, തുടർന്ന് സംക്രമ അഭിഷേകവും നടക്കും. അന്ന് വൈകുന്നേരമാണ് മകരവിളക്ക് ദൃശ്യമാക്കുന്നത്. ഇതിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും 11 സ്ഥലങ്ങളിലാണ് ശബരിമലയ്ക്കും അതുപോലെ തന്നെ പമ്പയ്ക്കും ഇടയിലായി മകരവിളക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ആരോഗ്യവകുപ്പും പോലീസും എല്ലാം തന്നെ കർശനമായ സുരക്ഷ ഒരുക്കും. ഇത്തവണ മറ്റൊരു മാറ്റം കൂടിയുണ്ട്. തീർത്ഥാടകർ, പ്രത്യേകിച്ചും ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർ തങ്ങുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനങ്ങളുണ്ടാകും. അത് പ്രധാനമായും ദേവസ്വം ബോർഡ് തയ്യാറാക്കുന്ന ഭക്ഷണം തന്നെയായിരിക്കും എത്തിക്കുക. അതിനുവേണ്ടി പ്രത്യേക പോയിന്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ തരത്തിലുള്ള ഒരു മകരവിളക്ക് ദർശനത്തിലുള്ള അവസരമാണ് ശബരിമല സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. 14, 15 തീയതികളിൽ വിർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിങ്ങിനും നിയന്ത്രണമുണ്ട്. എണ്ണം കുറച്ചിട്ടുണ്ട്. കാരണം ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ബോർഡ് അത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന തീർത്ഥാടകർക്ക് വേണ്ടി KSRTCയും വലിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. KSRTC ഏകദേശം 800 ബസ്സുകൾ ഇപ്പോൾ സർവീസ് ചെയ്യുന്ന ബസ്സുകൾ കൂടാതെ 800-ലധികം ബസ്സുകൾ കൂടി കൂടുതലായി ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി പമ്പയിലും നിലയ്ക്കലിലും എത്തിക്കും. അത്തരത്തിൽ വലിയ ക്രമീകരണങ്ങൾ KSRTCയും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പോലീസും വലിയ സുരക്ഷയാണ് ഒരുക്കുന്നത്. ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.